എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ സൂരജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബെയറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മിക്ക എക്സാമുകൾക്കും, നമ്മുടെ മെക്കാനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മിക്ക എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ബെയറിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ബെയറിംഗ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബെയറിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മെഷീൻ എലമെൻ്റ് ആണ് അല്ലേ. ബെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ എലമെൻ്റ് ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ പറയുന്ന മെഷീൻ എലമെൻ്റൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ ഒരു മെഷീനിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ എലമെൻ്റ് ആണ് ബേസിക്കലി നമ്മളുടെ ബെയറിംഗ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. ബെയറിംഗ് എന്താണ്? ബെയറിംഗ് ഈസ് എ മെഷീൻ എലമെൻറ്റ്. സംശയമൊന്നുമില്ലല്ലോ. ബെയറിംഗ് എന്ന് പറയുന്ന ഒരു മെഷീൻ എലമെൻ്റ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യുന്നു? ദാറ്റ് പെർമിറ്റ് റിലേറ്റീവ് മോഷൻ അല്ലെ. ഇത്തരത്തിൽ റിലേറ്റീവ് മോഷൻ പെർമിറ്റ് ചെയ്യുന്നു ബിറ്റ്വീൻ ടു പാർട്സ് സച്ച് ആസ് ഷാഫ്റ്റ് ആൻഡ് ഹൗസിംഗ് വിത്ത് മിനിമം ഫ്രിക്ഷൻ. അതായത് നമുക്കറിയാം ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തുണ്ടാവും? ഒരു റിലേറ്റീവ് മോഷൻ. ഒന്ന് ഫിക്സ്ഡ് ആയിരിക്കും, അതിനുള്ളിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് മോഷൻ വരുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട് ആ ഒരു ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കണം. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ലോഡിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം. മറ്റ് ലോഡുകൾ, ഫോഴ്സസ് വരുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിനെ അതുവഴി എന്താണ് ആ ഒരു ബേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫൗണ്ടേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ബെയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ എലമെൻ്റ് ആണ്. ദാറ്റ് പെർമിറ്റ് റിലേറ്റീവ് മോഷൻ. ഒരു റിലേറ്റീവ് മോഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ടാകും. എപ്പോഴാണ്? ഇത്തരത്തിൽ എവിടെയൊക്കെ തമ്മിലാണ് ഈ പറഞ്ഞ ഷാഫ്റ്റും ഹൗസിംഗും അല്ലെ. ഷാഫ്റ്റും ഹൗസിംഗും എന്താണ് ഇടയിൽ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു മോഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് റെഡ്യൂസ്ഡ് ഫ്രിക്ഷൻ അല്ലെ. ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട്, മിനിമം ഫ്രിക്ഷൻ ആക്കിക്കൊണ്ട് തന്നെ ഒരു റിലേറ്റീവ് മോഷൻ പെർമിറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ എലമെൻ്റ് ആണ് ബെയറിംഗ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ബെയറിംഗ് ഫോം ആൻ അസംബ്ലി ഓർ മെക്കാനിസം ദാറ്റ് സപ്പോർട്ട് അനദർ പാർട്ട് ഓഫ് അസംബ്ലി. ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ ബെയറിംഗ് എന്ന് പറയുന്നത് ഒരു അസംബ്ലിയാണ്. ആ അസംബ്ലി അല്ലെങ്കിൽ ആ ഒരു ബെയറിംഗ് ഫോം അസംബ്ലി ഓർ മെക്കാനിസം, അതൊരു മെക്കാനിസം ആവാം അല്ലെങ്കിൽ ഒരു അസംബ്ലി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകും. സോ അത് എന്ത് ചെയ്യുന്നുണ്ടാവും? മറ്റ് അസംബ്ലിനെ അല്ലെങ്കിൽ മറ്റ് പാർട്ടുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ദാറ്റ് ബെയറിംഗ് ഈസ് സപ്പോർട്ട് അല്ലെ. ബെയറിംഗ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് അനദർ കമ്പോണൻസ് ഓർ അനദർ മെഷീൻ എലമെന്റ്സ്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ബെയറിംഗിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് ബെയറിംഗ് അല്ലെ. ബെയറിംഗ് എന്ന് പറയുന്ന മെഷീൻ എലമെൻ്റ് ആണ്. എന്തിന് യൂസ് ചെയ്യുന്നു? നമ്മൾ മെഷീൻസിലൊക്കെ അല്ലെങ്കിൽ അസംബ്ലിയിൽ യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാഫ്റ്റും ഹൗസിംഗും ഉണ്ടെന്നിരിക്കട്ടെ. അവിടെ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആണ്. അവിടെ ഒരു റിലേറ്റീവ് മോഷൻ നമുക്ക് പെർമിറ്റ് ചെയ്യുന്നു വിത്ത് റെഡ്യൂസ്ഡ് ഫ്രിക്ഷൻ, വിത്ത് മിനിമം ഫ്രിക്ഷൻ. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ലോഡുകളെ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ബേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും ത്രൂ ബെയറിങ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇറ്റ് വിൽ സപ്പോർട്ട് അല്ലെ. ബെയറിംഗ് എന്ന് പറയുന്നത് മറ്റ് മെഷീൻ എലമെൻറ്റുകൾ അല്ലെങ്കിൽ മറ്റ് അസംബ്ലികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ സഹായിക്കാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് ബെയറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ ചിത്രത്തിൽ കുറേ ബെയറിങ്സുകൾ കാണുന്നുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ റേഡിയൽ ബെയറിങ്സുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബെയറിങ്ങുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ടേമുകളാണ്. എന്താണ് ഈ ജേർണൽ, എന്താണ് ഈ പറയുന്ന ജേർണലും അതുപോലെ തന്നെ നല്ല ബെയറിംഗും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് ടേമുകൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ ജേർണൽ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഹൗസിങ്ങിനുള്ളിലേക്ക് കയറി പോകുന്ന ഷാഫ്റ്റിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ ബെയറിംഗ് അല്ലെങ്കിൽ ആ ഒരു ജേർണൽ എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ ബെയറിംഗ്. സോ ബെയറിങ്ങിനുള്ളിലേക്ക് നമുക്കറിയാം ആ ഒരു ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവുമല്ലോ, ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് എന്നിരിക്കട്ടെ. അപ്പോൾ ഷാഫ്റ്റിൻ്റെ കുറച്ച് പോർഷൻ ഇതിലുണ്ടാവുമല്ലോ. ഷാഫ്റ്റിൻ്റെ കുറച്ച് പോർഷൻ ആ ഒരു ബെയറിങ്ങിനുള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ടാകും. സോ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ജേർണൽ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ജേർണൽ എന്ന് പറയുന്നത്. സോ ദ മൂവിങ് മെഷീൻ പാർട്ട് which are supported by bearing is called journal. അതായത് ആ ഒരു മൂവിങ് മെഷീൻ പാർട്ട്, നമ്മളിവിടെ മൂവിങ് മെഷീൻ പാർട്ടായിട്ട് എടുക്കുന്നത് ഷാഫ്റ്റ് ആണ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഷാഫ്റ്റിൻ്റെ കുറച്ച് പോർഷൻ നമ്മുടെ ഹൗസിങ്ങിനുള്ളിലേക്ക് കയറിപ്പോകും അല്ലെ. ഷാഫ്റ്റിൻ്റെ കുറച്ച് പോർഷൻ നമ്മുടെ ആ ഒരു ഹൗസിങ്ങിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബെയറിങ്ങിനുള്ളിലേക്ക് കടന്നു പോകുന്നുണ്ടാകും. ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ജേർണൽ എന്ന് പറയുന്നത്. സോ മൂവിങ് മെഷീൻ പാർട്ട് which are supported by the bearing, moving machine part which are supported by the bearing. ബെയറിങ്ങിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മൂവിങ് മെഷീൻ പാർട്ടിൻ്റെ കുറച്ച് പോർഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ വിളിക്കുന്ന പേരാണ് ജേർണൽ എന്ന് പറയുന്നത്. മെഷീൻ പാർട്ട് ജനറലി സ്റ്റേഷനറി. മെഷീൻ പാർട്ടിനകത്ത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മൂവ് ചെയ്യാണ്ടിരിക്കുന്ന പോർഷൻ ഉണ്ടാവുമല്ലോ. സോ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യാണ്ടിരിക്കുന്ന പോർഷൻ ആൻഡ് സപ്പോർട്ട് ദ ജേർണൽ ഈസ് കോൾഡ് ബെയറിംഗ്. ഇത്തരത്തിൽ ആ മൂവ് ചെയ്യാണ്ടിരിക്കുന്ന പോർഷൻ ആ ഒരു ജേർണലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താണ് ജേർണൽ, എന്താണ് ബെയറിംഗ്? അപ്പോൾ നിങ്ങളോട് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ പറയുന്ന രീതിയിൽ ചോദിക്കാം. ദാറ്റ് ഈസ് ദ മൂവിങ് മെഷീൻ പാർട്ട്
വിച്ച് ആർ സപ്പോർട്ടഡ് ബൈ ദ ബെയറിംഗ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദ്യം വന്നാൽ നമുക്ക് പറയാം കൃത്യമായിട്ട് ജേണൽ ആണ് എന്നുള്ളത്. ഓക്കെ, സോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ബെയറിംഗ്, എന്താണ് ജേണൽ എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റു കുറച്ച് പോയിന്റിലേക്ക് വരാം. സോ ബെയറിംഗ് പെർമിറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബെയറിംഗ് പെർമിറ്റ്സ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോണ്ടാക്ട് സർഫസ് ഓഫ് ദ മെമ്പർ വൈൽ ക്യാരിയിങ് ലോഡ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ലോഡ് നമുക്കറിയാം ഷാഫ്റ്റുകളിലൊക്കെ ലോഡ് വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് റേഡിയൽ ലോഡാവാം, അല്ലെങ്കിൽ ത്രസ്റ്റ് ലോഡാകാം. അപ്പോൾ നിരവധി അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ലോഡുകൾ വരാം. അപ്പോൾ അത്തരത്തിൽ നിരവധി ലോഡുകൾ അല്ലെങ്കിൽ നിരവധി ഫോഴ്സുകൾ എവിടെ വരുന്നുണ്ട്, നമ്മളുടെ ഷാഫ്റ്റുകളിൽ വരുന്നുണ്ടാകും. ഈ ഷാഫ്റ്റ് നമ്മൾ എവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, ബെയറിങ്സിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ പറയാം ബെയറിംഗ് പെർമിറ്റ് എന്താണ്, റിലേറ്റീവ് മോഷൻ അല്ലെ. നമുക്ക് നേരത്തെ പറഞ്ഞു റിലേറ്റീവ് മോഷൻ പെർമിറ്റ് ചെയ്യുന്നു വിത്ത് റെഡ്യൂസ്ഡ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മിനിമം ഫ്രിക്ഷൻ എന്നുള്ളത് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബെയറിംഗ് പെർമിറ്റ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കോണ്ടാക്ട് സർഫസ് അല്ലെ. ഇത്തരത്തിൽ കോണ്ടാക്ട് സർഫസുകൾക്കിടയിൽ, അതായത് നമ്മുടെ ജേർണലും ബെയറിങ്ങിനും ഇടയിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു റിലേറ്റീവ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വൈൽ ക്യാരിങ് എ ലോഡ് അല്ലെ, ക്യാരിങ് ദ ലോഡ്, ഈ ലോഡ് ക്യാരി ചെയ്യുന്ന സമയത്ത് തന്നെ റിലേറ്റീവ് മോഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ടു റെഡ്യൂസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആൻഡ് വെയർ ആൻഡ് ടയർ. ഇത്തരത്തിൽ അവിടെ ഈ സ്വാഭാവികമായിട്ടും റിലേറ്റീവ് മോഷൻ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകാറുണ്ട്, ഈ പറയുന്ന വെയർ ആൻഡ് ടയർ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് ഒരു എന്താണ് ഇത്തരത്തിൽ ഒരു റിലേറ്റീവ് മോഷൻ. അപ്പോൾ ഒന്ന് ഫിക്സ്ഡ് ആണ്, ഒന്ന് റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ എന്താവും, സ്വാഭാവികമായിട്ടും അവിടെ റബ്ബിംഗ് ആക്ഷൻ ഉണ്ടാകും, അതിൻ്റെ ഫലമായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിൽ ആ ഒരു ഹീറ്റിനെ ക്യാരി ചെയ്യാനും അവിടെ ആ ഒരു ഫ്രിക്ഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആര് യൂസ് ചെയ്യാം, നമുക്ക് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. എന്തിനെ യൂസ് ചെയ്യാം, ലൂബ്രിക്കൻസ്. എ ലെയർ ഓഫ് ഫ്ലൂയിഡ് അല്ലെ, എ ലെയർ ഓഫ് ഫ്ലൂയിഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ജേണൽ ബെയറിങ്സിൽ ഇത്ര യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജേണലിനും ബെയറിങ്ങിനും ഇടയിൽ ഒരു തിൻ ലെയർ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ദ ലൂബ്രിക്കൻറ്റ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ജേണൽ ആൻഡ് ബെയറിംഗ്, യൂഷ്വലി മിനറൽ ഓയിൽ റിഫൈൻഡ് ഫ്രം പെട്രോളിയം, വെജിറ്റബിൾ ഓയിൽസ്, സിലിക്കൺ ഓയിൽസ്, ഗ്രീസസ് എക്സെട്ര. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നമ്മൾ മിനറൽ ഓയിൽസ് റിഫൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ പെട്രോളിയം ഓയിൽസുകൾ, വെജിറ്റബിൾ ഓയിൽസുകൾ, അതായത് സിലിക്കൺ ഓയിൽസ്, ഗ്രീസസ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബെയറിംഗ് കാണുന്നുണ്ട് അല്ലേ, ഒരു ബെയറിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ കാണുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു ബെയറിങ്ങിൻ്റെ ഔട്ടർ ഹൗസിംഗ് എന്ന് പറയുന്നുണ്ടാവുക അല്ലേ, ഇതാണ് നമ്മുടെ ഹൗസിംഗ് എന്ന് പറയുന്നത്. സോ ഹൗസിംഗ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനിടയിൽ അതിനകത്ത് എന്തുണ്ടാകും, നമ്മളൊരു ബുഷിംഗ് വെക്കുന്നുണ്ടാവും. ബുഷിംഗ് ഫോർ എക്സാമ്പിൾ ഗൺ മെറ്റൽസ് കൊണ്ടാണ്, ഗൺ മെറ്റൽസ് കൊണ്ട് നമ്മൾ സാധാരണ ബുഷിങ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത്ര നിങ്ങളോട് ചോദിക്കാറുണ്ട്, ബെയറിംഗ് ബുഷിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് പറയാം ഗൺ മെറ്റൽസ് അല്ലേ. ഇത്തരത്തിലുള്ള ഗൺ മെറ്റൽസ് കൊണ്ടൊക്കെ നമ്മൾ സാധാരണ ബെയറിംഗ് മെറ്റീരിയൽസ് കൊണ്ടൊക്കെ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൺ മെറ്റൽ ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അത്തരത്തിൽ ഗൺ മെറ്റൽ കൊണ്ടുള്ള ഒരു ബുഷിങ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഷാഫ്റ്റ്, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഷാഫ്റ്റിനകത്തേക്ക് W എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആണ്. സോ യു ഹിയർ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഷാഫ്റ്റിന് ചുറ്റും എന്തുണ്ട്, ഇവിടെ കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടാണ്, ഇത്രയും ഗ്യാപ്പ് ഒന്നും കാണില്ല, എങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻ ബിറ്റ്വീൻ ഒരു ഫ്ലൂയിഡിൻ്റെ ലെയർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ലൂബ്രിക്കൻസ് ഉണ്ടാകും. സോ ലൂബ്രിക്കൻസ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത്തരത്തിൽ അവിടെ റബ്ബിംഗ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ലൂബ്രിക്കൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ലൂബ്രിക്കൻസിൻ്റെ പ്രത്യേകത എന്താണ് ആ ഒരു ഷാഫ്റ്റിൻ്റെ പ്രത്യേകത, എന്താണ് ഹൗസിങ്, എന്താണ് ബുഷിങ് എന്നൊക്കെ ഉള്ളൊരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടി. ഫംഗ്ഷൻ ഓഫ് ബെയറിങ്ങിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടം വരെ നമ്മൾ മനസ്സിലാക്കിയ രീതി കൊണ്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ, ഒരു ബെയറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ബെയറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ബെയറിംഗ് എൻഷ്യൂർസ് ഫ്രീ റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഓർ ആക്സിൽ വിത്ത് മിനിമം ഫ്രിക്ഷൻ. സംശയമൊന്നും വേണ്ട, ബെയറിങ്ങിൻ്റെ സഹായത്തോടെ നമുക്ക് ലഭ്യമാകുന്നു എന്താണ്, ഒരു ഫ്രീ റൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനാണ്. അത് ആക്സിൽ ആവാം, ഷാഫ്റ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, റൊട്ടേറ്റിംഗ് മെമ്പർ ഉണ്ടാകും. ആ റൊട്ടേറ്റിംഗ് മെമ്പറിനെ ഫ്രീ
ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അവിടെ ഫ്രിക്ഷൻ മിനിമം ആക്കിക്കൊണ്ട് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ആര് ബെയറിംഗ്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് വരാം. ദ ബെയറിംഗ് സപ്പോർട്ട് ദ ഷാഫ്റ്റ് ഓർ ആക്സിൽ ആൻഡ് ഹോൾഡ് ഇറ്റ് ഇൻ ദ കറക്റ്റ് പൊസിഷൻ അല്ലേ. ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബെയറിംഗ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് എന്തിനെയാണ് ഈ പറയുന്ന ആക്സിൽ ആയിക്കോട്ടെ ഷാഫ്റ്റ് ആയിക്കോട്ടെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് നമ്മളെ സഹായിക്കുന്നു അല്ലെ. സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ ആ ഒരു ഷാഫ്റ്റിനെ അല്ലെങ്കിൽ ആക്സിലിനെ വെക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. സോ രണ്ടാമത്തത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ഫംഗ്ഷനിലേക്ക് വരാം. ദ ബെയറിംഗ് ടേക്ക് അപ്പ് ദ ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ ദ ഷാഫ്റ്റ് ഓർ ദ ആക്സിൽ ആൻഡ് ട്രാൻസ്മിറ്റ് ദം ടു ഫ്രെയിം ഓർ ഫൗണ്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അവിടെ ആക്ട് ചെയ്യുന്ന ലോഡുകൾ അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് പലതരത്തിലുള്ള ഫോഴ്സസ് ആകാം. ഫോർ എക്സാമ്പിൾ അത് റേഡിയൽ ഫോഴ്സസ് ആവാം, അല്ലെങ്കിൽ ആക്സിയൽ ഫോഴ്സസ് ആവാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫോം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് ആവാം. വാട്ട് എവർ ഇറ്റ് ഈസ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കൃത്യമായിട്ട് നമ്മളുടെ ഫൗണ്ടേഷനിലേക്ക് അല്ലെ കൃത്യമായിട്ട് നമ്മുടെ ബേസിലേക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ആര് നമ്മളുടെ ബെയറിംഗ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഫംഗ്ഷനുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബെയറിംഗ് ഈസ് യൂസ്ഡ് അല്ലെങ്കിൽ ബെയറിംഗ് വിൽ അലോ ഫ്രീ റൊട്ടേഷൻ. അവിടെ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ നമുക്ക് പോസിബിൾ ആക്കുന്നു, മിനിമം ഫ്രിക്ഷൻ വെച്ചുകൊണ്ടുള്ള ഒരു റൊട്ടേഷൻ പോസിബിൾ ആക്കുന്നു. 2 സപ്പോർട്ട് ചെയ്യുന്നു. 3 അവിടെ വരുന്ന ലോഡിനെ കൃത്യമായിട്ട് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ബെയറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആ ഒരു രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ആ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. സപ്പോർട്ട് ആൻഡ് ഹോൾഡ് ദ ഷാഫ്റ്റ് ഇൻ എ ഫിക്സഡ് പൊസിഷൻ. നമ്മൾ ആ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഷാഫ്റ്റിനെ അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നു, അത് ഫിക്സഡ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അലോ ദ ഷാഫ്റ്റ് ടു റൺ ഫ്രീലി, റിസ്ട്രെയിൻ മൂവിങ് എലമെന്റ്സ്. ഇത്തരത്തിൽ റിസ്ട്രെയിൻ മൂവിങ് എലമെന്റ്സ്, ആ മൂവിങ് എലമെന്റ്സിനെ കൃത്യമായിട്ടുള്ള പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മിനിമൈസ് ദ റബ്ബിംഗ് ആക്ഷൻ കുറയ്ക്കുന്നു, ഫ്രിക്ഷൻ കുറയ്ക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ് ആണ്. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ IT ലെവൽ എക്സാമുകൾക്കൊക്കെ അതായത് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. പ്രധാനമായിട്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു ബെയറിങ്ങിനെ. ഒന്ന് പ്ലെയിൻ ബെയറിംഗ്സ് എന്നും 2 ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ്സ് എന്നും. എങ്ങനെയാണ്? ഒന്ന് പ്ലെയിൻ ബെയറിംഗ്സ് എന്നും 2 ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ്സ് എന്നും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്ലെയിൻ ബെയറിംഗും ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ്സിലും എന്താണെന്നുള്ള പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സോ കമ്മിങ് ടു ദ ലോഡ് ആക്ടിങ് ഓൺ ദ ബെയറിംഗ്സിലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരത്തിൽ പ്ലെയിൻ ബെയറിംഗ്സിനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ അല്ലെങ്കിൽ പ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സോ പ്രധാനമായിട്ടും നോക്കേ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് റേഡിയൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ലോഡ് ടു ബി സപ്പോർട്ടഡ്. ആ ലോഡ് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും നമുക്ക് നമ്മളുടെ ആ ഒരു ബെയറിങ്ങിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. സോ അത് നോക്കേ, ഒന്നാണ് റേഡിയൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് സപ്പോർട്ട് ദ ലോഡ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. സോ ഇതാണ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസ് നിങ്ങളിവിടെ കാണുന്നുണ്ട്, ആക്സിസ് ആണ്. അപ്പോൾ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോർ എക്സാമ്പിൾ P എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഷാഫ്റ്റ് അതിന് മുകളിലായിട്ട് ബുഷിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ ഉണ്ട്. സോ അതിന് ഔട്ടറായിട്ട് ഫ്രെയിം ഉണ്ട്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഹൗസിംഗ് എന്ന് പറയാം അല്ലേ. ഇത്തരത്തിൽ ഹൗസിംഗ് ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് അല്ലെങ്കിൽ പ്ലെയിൻ കോൺടാക്ട് ബെയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഏരിയ കോൺടാക്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഒരു റബ്ബിംഗ് ആക്ഷനൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് ലൂബ്രിക്കൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഷാഫ്റ്റ് വിൽ റൊട്ടേറ്റ് അല്ലേ, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ ഫ്രെയിം ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോഡ് ആക്ടിങ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ആ ഒരു ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് റേഡിയൽ ബെയറിംഗ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റേഡിയൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ദ ലോഡ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ത്രസ്റ്റ് ബെയറിംഗ്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ അക്കോർഡിംഗ് ടു ദ ലോഡ് ആക്ടിംഗ് ഓൺ ദ ബെയറിംഗ്. ഒന്ന് നമ്മുടെ റേഡിയൽ ബെയറിംഗ്, 2 എന്ന് പറയുന്നത് ത്രസ്റ്റ് ബെയറിംഗ് ആണ്. ത്രസ്റ്റ് ബെയറിംഗിന്റെ പ്രത്യേകത സപ്പോർട്ട് ദ ലോഡ് വിച്ച് ആക്ട് എലോങ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് അല്ലേ. അതായത് ഈ പറയുന്ന
ഷാഫ്റ്റിൻ്റെ ആക്സിസിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ലോഡുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ലോഡ് ആക്ടിങ് അലോങ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ഇവിടെ നോക്കി നിങ്ങൾ, ഇതാണ് നമ്മുടെ ആ ഒരു ഷാഫ്റ്റിൻ്റെ ആക്സിസ്. ഷാഫ്റ്റിൻ്റെ ആക്സിസിലൂടെയാണ് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു? ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് എന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റിന് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ ആ ലോഡ് പോയത് അല്ലേ. അതാണ് നമ്മൾ റേഡിയൽ ബെയറിംഗ് പഠിച്ചത്. എന്നാൽ നമ്മൾ ത്രസ്റ്റ് ബെയറിംഗിലേക്ക് വരുമ്പോൾ ആ ഒരു ഷാഫ്റ്റിൻ്റെ ആക്സിസ് അലോങ് ആയിട്ടാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ത്രസ്റ്റ് ബെയറിംഗ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള പിവോട്ട് ബെയറിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഫുട് സ്റ്റെപ്പ് ബെയറിംഗ് ഒക്കെ നമുക്ക് പൊതുവേ നമ്മൾ ത്രസ്റ്റ് ബെയറിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് കമ്പൈൻഡ് ബെയറിംഗ് ആണ്. കമ്പൈൻഡ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 2 ടൈപ്പ് ലോഡുകൾ, അതായത് ആക്സിസ് അലോങ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റും അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ദാറ്റ് ഈസ് ത്രസ്റ്റ് ലോഡും, അലോങ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ദാറ്റ് ഈസ് നമ്മുടെ റേഡിയൽ ലോഡും കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കമ്പൈൻഡ് ലോഡ് വരുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ബോത്ത് ആക്സിയൽ ആൻഡ് റേഡിയൽ ലോഡ്. ഇത്തരത്തിൽ ആക്സിയൽ ലോഡും റേഡിയൽ ലോഡും അവിടെ ഒരുമിച്ച് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരുമിച്ച് വരുന്ന അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ലോഡിനെ താങ്ങുന്ന അല്ലെങ്കിൽ അത് അക്കോമഡേറ്റ് ചെയ്യുന്ന ടൈപ്പ് ബെയറിങ്ങിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്സിയൽ ലോഡ് ദാറ്റ് ഈസ് FA എന്ന് പറയുന്ന ആക്സിയൽ ലോഡ് കൊടുത്തിട്ടുണ്ട്. സോ അലോങ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് അത് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ റേഡിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഷാഫ്റ്റ് ആണ്, പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ആണ്, ദാറ്റ് ഈസ് റേഡിയൽ ലോഡ് FR എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ഇഫക്റ്റ് ആയിട്ട് ഒരു കമ്പൈൻഡ് ലോഡ് എന്താണ് അവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിലുള്ള ലോഡുകളെയാണ് നമ്മൾ അത്തരത്തിലുള്ള ബെയറിംഗിലാണ് നമ്മൾ കമ്പൈൻഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു നമ്മൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗിലേക്ക് വരാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് കോൺടാക്ട്, അപ്പോൾ ഇത്തരത്തിൽ പ്ലെയിൻ ബെയറിംഗ്സിനകത്താണ് ഇത്തരത്തിൽ സ്ലൈഡിംഗ് കോൺടാക്ട് വരുന്നുണ്ടാവുക. അപ്പോൾ പ്രധാനമായിട്ടും സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് ഉണ്ട്, റോളിംഗ് കോൺടാക്ട് ബെയറിംഗ് ഉണ്ട് അല്ലേ, സ്ലൈഡിംഗ് ഉണ്ട്, റോളിംഗ് ഉണ്ട്. അപ്പോൾ സ്ലൈഡിംഗിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് എന്താണ്? സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് കോൺടാക്ട്, എങ്ങനെയാണ് ആ ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ആ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി നമ്മൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് എന്നും റോളിംഗ് കോൺടാക്ട് ബെയറിംഗ് എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗിലേക്ക് വരാം. സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ്, സോ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് ആർ നോൺ ആസ് പ്ലെയിൻ ബെയറിങ്സ്. നമ്മൾ തൊട്ടുമുന്നേ പഠിച്ചു അല്ലേ, പ്ലെയിൻ ബെയറിങ്സും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആൻറ്റി ഫ്രിക്ഷൻ ബെയറിങ്സും നമ്മൾ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഈ പ്ലെയിൻ ബെയറിങ്സ് തന്നെയാണ് നമ്മൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലെയിൻ ബെയറിംഗ്, ജേർണൽ ബെയറിങ്സ് ആൻഡ് സ്ലീവ് ബെയറിങ്സ്. ഇത്തരത്തിലെ ജേർണൽ ബെയറിങ്സ് എന്നും സ്ലീവ് ബെയറിങ്സ് എന്നും പ്ലെയിൻ ബെയറിങ്സ് എന്നും ഒക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് തന്നെയാണ്. അപ്പോൾ അവിടെ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഏരിയ കോൺടാക്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. അവിടെ എങ്ങനെയായിരിക്കും? സർഫസ് ഏരിയ ആയിരിക്കും കോൺടാക്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ടേക്സ് പ്ലേസ് അലോങ് ദ സർഫസ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ മൂവിംഗ് എലമെന്റ് ആൻഡ് ദ ഫിക്സഡ് എലമെന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബെയറിങ്സിൽ എന്തുണ്ടാവും? റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. അപ്പോൾ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ ഒന്ന് ഫിക്സ്ഡ് ആയിരിക്കും, ഒന്ന് റൊട്ടേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതിന്, അപ്പോൾ ആ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതും റൊട്ടേറ്റിംഗ് ആയിട്ടുണ്ടാവും, അത് ഇടയിലായിരിക്കും നമ്മൾ ആ റിലേറ്റീവ് മോഷൻ വരുന്നുണ്ടാവുക. സോ ഇവിടെ ആ റിലേറ്റീവ് മോഷൻ വരുന്ന സമയത്ത് അവിടെ കോൺടാക്ട് വരുന്നുണ്ടാവുമല്ലോ. സോ അത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർഫസ് ഏരിയ കോൺടാക്ട് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലൈഡിംഗ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള കോൺടാക്ട് ബെയറിംഗിനെ വിളിക്കുന്ന പേരാണ് സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കി, നമ്മൾ തൊട്ട് മുന്നേ കണ്ട ചിത്രം തന്നെയാണ്. ദാറ്റ് ഈസ് ഹൗസിംഗ് ഉണ്ട്, ഹൗസിംഗ് ഫിക്സ്ഡ് ആക്കി വെക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ സ്ലീവ് ഫിക്സ്ഡ് ആക്കി വെച്ചു. അതിനിടയിൽ നമ്മൾ ബുഷ് ഇൻസെർട്ട് ചെയ്തു. ബുഷ് കഴിഞ്ഞാൽ നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഇടയിലുള്ള ഷാഫ്റ്റ്, ഏറ്റവും ഉള്ളിലുള്ള ഷാഫ്റ്റ് ഹാവിങ് എ ലോഡ് W റൊട്ടേറ്റിംഗ് ഇൻ എ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ ഒരു ഷാഫ്റ്റ് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ഹാവിങ് എ ലോഡ് W ദാറ്റ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റേഡിയൽ ലോഡിങ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു റേഡിയൽ ലോഡിംഗ് ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് കോൺടാക്ട് the bearing can be classified into two, that is sliding contact bearing, otherwise we can say that plain bearing, journal bearing, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? that is sleeve bearing എന്ന് പറയാം. സോ അവിടെ ആ ഒരു സ്ലൈഡിംഗ് ആണ് നടക്കുന്നത്, along അല്ലെങ്കിൽ സ്ലൈഡിംഗ് ആക്ഷൻ occurs between the two members, like ഒന്ന് ഫിക്സ്ഡ് ആണ്, ഒന്ന് മൂവിങ് ആണ്. സോ അത്തരത്തിലുള്ള റേറ്റീവ് മോഷൻ നടക്കുന്നിടത്ത് എന്താണ്? സ്ലൈഡിംഗ് ആക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. സോ മേ ബി ഏരിയ കോൺടാക്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാം സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? സോ ഇൻ സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് the surface of the shaft
സ്ലൈഡ്സ് ഓവർ ദ സർഫസ് ഓഫ് ദ ബുഷ് റിസൾട്ടിങ് ഇൻ ഫ്രിക്ഷൻ ആൻഡ് വെയർ. ഇത്തരത്തിൽ ആ ഒരു ഷാഫ്റ്റിൻ്റെ സർഫസ് സ്ലൈഡ് ചെയ്യുന്നുണ്ടാകും എവിടെ, നമ്മളുടെ ബുഷിങ്ങിൽ അല്ലേ. ഓക്കെ, ഇവിടെ നമ്മളുടെ ആ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിൻ്റെ സർഫസ് നമുക്ക് ആ ഒരു ബുഷിങ്ങിൻ്റെ സർഫസുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ടാകും, അവിടെ സ്ലൈഡിങ് ആക്ഷൻ നടക്കുന്നുണ്ടാകും, അതിൻ്റെ ഫലമായിട്ട് അവിടെ റബ്ബിംഗ് ആക്ഷൻ നടക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ടാകും. ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ the two surfaces are separated by a film of lubricating oil and grease. ഇത്തരത്തിൽ നമുക്ക് ആ രണ്ട് സർഫസുകൾക്കിടയിൽ നമ്മളുടെ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒന്നുകിൽ അവിടെ ഗ്രീസോ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലോ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. സോ ദ ബെയറിംഗ് ബുഷസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗൺ മെറ്റൽ. ഇത്തരത്തിൽ ഗൺ മെറ്റൽ കൊണ്ടാണ് നമ്മളുടെ ബുഷിങ്സ് പൊതുവെ ജനറലി മെയ്ഡ് അപ്പ് ഓഫ് ഗൺ മെറ്റൽ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഗൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ? സോ ഗൺ മെറ്റൽ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എൻ അലോയ് ഓഫ് കോപ്പർ, സിങ്ക് ആൻഡ് ടിൻ അല്ലേ. ഇത്തരത്തിൽ കോപ്പറും ടിന്നും പ്ലസ് കുറച്ച് സിങ്കും ഉണ്ടാകും. സോ അത്തരത്തിലുള്ള ഒരു ഒരു അലോയ് ആണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നുണ്ടാവുക. സോ അതൊരു കോപ്പർ ടിൻ അലോയ് ആണ് ബേസിക്കലി. അതൊരു ബ്രോൺസ് പോലെ ഇരിക്കും, പക്ഷെ കുറച്ച് സിങ്ക് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പർ ടിന്നും സിങ്കും ചേർന്നിട്ടുള്ള ഒരു അലോയ് ആണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. സോ ഗൺ മെറ്റൽ ഇസ് എ ബെയറിംഗ് മെറ്റീരിയൽ. ഒരു ബെയറിംഗ് മെറ്റീരിയലാണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. ജനറലി വി ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ബുഷസ്. ഓക്കെ, ഇത്തരത്തിൽ ബെയറിംഗ് ബുഷസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നമ്മളുടെ ഗൺ മെറ്റൽ എന്ന് പറയുന്ന അലോയി. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലെയിൻ ബെയറിംഗ്, നമുക്ക് ആ ഒരു പ്ലെയിൻ ബെയറിംഗിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, ദീസ് ബെയറിംഗ്സ് ആർ ഹാവിംഗ് എ സിലിണ്ടറിക്കൽ ഷേപ്പ് ആർ ഫിറ്റഡ് ഇൻ എ ഹൗസിംഗ്. ഓക്കെ, ഈ ബെയറിംഗിന്റെ പ്രത്യേകത അതിൻ്റെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഷാഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ജേർണൽ ബെയറിംഗ് എന്ന് പറഞ്ഞല്ലോ, ജേർണൽ ബെയറിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതിനൊരു സ്ലീവ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ആ ബെയറിംഗിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഷാഫ്റ്റിന്റെ കുറച്ച് പോർഷൻ ബെയറിംഗിനുള്ളിൽ ഉണ്ടാകും. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ജേർണൽ. നമ്മൾ പഠിച്ചു, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഫൈൻ. സോ ദീസ് ബെയറിംഗ് ഹാവ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ടാകും. അതെങ്ങനെയാണ്? ഫിറ്റഡ് ഇൻ ദ ഹൗസിംഗ്. Plain bearings are kept in position without allowing them to rotate along with the shaft. ഇത്തരത്തിൽ പ്ലെയിൻ ബെയറിംഗിന്റെ മറ്റൊരു പ്രത്യേകത kept in position without allowing them to rotate along with the shaft. ഇത്തരത്തിൽ അതിൻ്റെ ആ ഒരു പ്ലെയിൻ ബെയറിംഗ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലീവ് എന്താണ്, നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് വെക്കുന്നുണ്ടാവും. സ്ലീവ് റൊട്ടേറ്റ് ചെയ്യത്തില്ല, സ്ലീവ് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അലോങ് വിത്ത് ദ ഷാഫ്റ്റ് നമ്മൾ എന്തുണ്ടാവും, ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഹേസിങ്ങിനകത്ത്. സോ നമ്മുടെ ഷാഫ്റ്റ്, ഓക്കെ, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷനൊക്കെ എങ്ങനെ ആയിരിക്കും, അത് ഫിക്സ്ഡ് ആണ്, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഈ ഒരു ബ്ലാക്ക് പോർഷൻ കിടക്കുന്നതാണ് ബുഷസ്. ഓക്കെ, ഫൈൻ. സോ ഫോർ ദിസ് പർപ്പസ് ദേ ആർ പ്രസ് ഫിറ്റഡ് ഇൻ ടു ദ ഹൗസിംഗ് ഓർ പ്രൊവൈഡഡ് വിത്ത് കീ ഓർ സ്ക്രൂ. ഇത്തരത്തിൽ കീയുടെയും സ്ക്രൂവിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു റിലേറ്റീവ് മോഷൻ എന്താണ് തടയുന്നുണ്ടാവും. പ്രസ് ഫിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ പ്രസ് ഫിറ്റഡ് ആണ്. അതുപോലെ തന്നെ ആ റിലേറ്റീവ് മോഷൻ നമുക്ക് എന്താണ് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഹൗസിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, കീസ് അല്ലെങ്കിൽ സ്ക്രൂസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഷാഫ്റ്റ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, ഹൗസ് ഫിക്സ്ഡ് ആണ്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്ക്രൂസ് യൂസ് ചെയ്യാം. സോ അത്തരത്തിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹൗസിംഗ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു ബെയറിങ്ങിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ടൈപ്സ് ഓഫ് പ്ലെയിൻ ബെയറിങ്ങിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട 4 ടൈപ്പുകളാണ്. 1 സോളിഡ് ബെയറിംഗ് ഉണ്ട്, 2 സ്പ്ലിറ്റ് ബെയറിംഗ് ഉണ്ട്, 3 സെൽഫ് അലൈനിങ് ബുഷ് ബെയറിംഗ് ഉണ്ട്, 4 അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബെയറിംഗ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? സോളിഡ് ബെയറിംഗ് ഉണ്ട്, സ്പ്ലിറ്റ് ബെയറിംഗ് ഉണ്ട്, സെൽഫ് അലൈനിങ് ബുഷ് ബെയറിംഗ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബെയറിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലോർഡ് വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഒരു പ്ലംബർ ബ്ലോക്ക് ആണ്. സോ അതിനകത്ത് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ബുഷസും നമ്മളെ ബെയറിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അത് ഇത്തരത്തിൽ ഇത് നമുക്ക് സ്പ്ലിറ്റ് ടൈപ്പ് ആണ് അല്ലേ, ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. സോ സോളിഡ് ബെയറിംഗിലേക്ക് വരുമ്പോൾ ദീസ് ആർ മെയ്ഡ് ഓഫ് ബെയറിംഗ് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് ബുഷ് ആൻഡ് പ്രസ് ഫിറ്റഡ് ഇൻ ഫാബ്രിക്കേറ്റഡ് ഓർ കാസ്റ്റ് അയൺ ഹൗസിംഗ്. ഓക്കെ, നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നതാണ് സോളിഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. സോളിഡ് ബെയറിംഗിന്റെ പ്രത്യേകത നോക്കി, ഇതൊരു സോളിഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൗസിംഗ് ആണ്.
അപ്പോൾ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹൗസിങ് അതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും, അതിനുള്ളിലേക്ക് നമ്മുടെ ഷാഫ്റ്റ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമ്മൾ അവിടെ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും, അവിടെ വരുന്ന ഹീറ്റിനെയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള സോളിഡ് ബെയറിങ്സ്, അത്തരത്തിലുള്ള ബെയറിങ്ങിനെ വിളിക്കുന്ന പേരാണ് സോളിഡ് ബെയറിംഗ്. അപ്പോൾ ഒരു സിംഗിൾ കാസ്റ്റ് അയൺ പീസ് ആണെന്നുള്ളത് ഓർത്താൽ മതി. ദീസ് ആർ മെയ്ഡ് ഓഫ് ബെയറിംഗ് മെറ്റീരിയൽസ് in the form of bush and press fitted in fabricated or cast iron housing. ഇത്തരത്തിൽ പ്രസ് ഫിറ്റോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു കാസ്റ്റ് അയണിൻ്റെ ഹൗസിംഗ് ഉണ്ടാകും. സോ മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ. അപ്പോൾ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഹൗസിങ്ങിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആദ്യം ബുഷ് ഇൻസേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഗൺ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബുഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും, അതിനുള്ളിലേക്ക് നമ്മൾ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാകും. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബെയറിംഗ് ആണ് സോളിഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോളിഡ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ സിംഗിൾ പീസ് ആണ്, സോളിഡ് ആണ്, കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം. അതിനുശേഷം നമ്മൾ ആ ഒരു ബുഷിനോട് ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷാഫ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പ്ലിറ്റ് ബെയറിംഗ്. അപ്പോൾ സ്പ്ലിറ്റ് ബെയറിംഗിന്റെ പ്രത്യേകത, ദീസ് ബെയറിംഗ് ആർ മെയ്ഡ് ഇൻ ഹാഫ്സ് ആൻഡ് അസംബിൾഡ് ഇൻ സ്പെഷ്യൽ പ്ലമ്മർ ബ്ലോക്ക്. ഇത്തരത്തിൽ ആ ഒരു ബുഷസ് അല്ലെങ്കിൽ ബെയറിംഗ് ആ ഒരു ബുഷ് എങ്ങനെയായിരിക്കും, അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കും. അത് നമ്മൾ എന്താണ് കൃത്യമായിട്ട് നമ്മൾ പ്ലമ്മർ ബ്ലോക്കിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ എ പ്ലമ്മർ ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് എ കാസ്റ്റ് അയൺ ബ്ലോക്ക് ബേസ്, gunmetal bearing, bottom and top halves and a cast iron cap and 2 mild steel bolt. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ 2 നെറ്റ് ബോൾട്ടുകളുണ്ട്. ഓക്കെ, ആ 2 നെറ്റ് ബോൾട്ടുകൾ മൈൽഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 2 മൈൽഡ് സ്റ്റീൽ ബോൾട്ടുകൾ കാണാൻ സാധിക്കും. കാസ്റ്റ് അയണിൻ്റെ ഒരു ക്യാപ്പ്, ഈ മുകളിലുള്ള പോർഷൻ വിളിക്കുന്ന പേരാണ് കാസ്റ്റ് അയണിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത്. കാസ്റ്റ് അയണിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാകും, അതിനുള്ളിൽ ഗൺ മെറ്റൽ ബെയറിങ്സ് ഉണ്ടാവും. സോ ഇത് നമ്മുടെ ഗൺ മെറ്റൽ ബെയറിങ്സ് ഉള്ളിലുണ്ടാകും. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ കാസ്റ്റ് അയണിൻ്റെ ഒരു ബ്ലോക്ക്. സോ ഇതാണ് നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്, കാസ്റ്റ് അയണിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു സ്പ്ലിറ്റ് ബെയറിങ്ങിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. സോ അത് നമുക്ക് എന്താണ് അത് ഈസി ആയിട്ട് ക്യാപ്പ് പുറത്തേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കത് എന്താണ് മെയിൻ്റെനൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നെക്സ്റ്റ് സെൽഫ് അലൈനിങ് ബുഷ് ബെയറിംഗ് ആണ്. സെൽഫ് അലൈനിങ്. അപ്പോൾ സെൽഫ് അലൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ചെറിയ മിസ്അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. സോ ഇൻ ദിസ് ടൈപ്പ് the bearing bush is pressed into the special sleeve. Bearing bush is pressed into the special sleeve. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ലീവിലേക്ക് നമ്മൾ ബെയറിംഗ് ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്പെഷ്യൽ സ്ലീവിൻ്റെ പ്രത്യേകത അത് ഉള്ളിൽ എങ്ങനെയായിരിക്കും, നമ്മൾ ഇത്തരത്തിലുള്ള കർവേച്ചർ ആയിരിക്കും അല്ലെ, സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. സോ പ്രസ് ഫിറ്റഡ് ഇൻ ടു സ്പെഷ്യൽ സ്ലീവ് ഫോർ സെൽഫ് അലൈനിങ് ഇൻ കേസ് ഓഫ് സ്ലൈറ്റ് ആംഗുലാർ മിസ്അലൈൻമെൻറ്റ്. ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ആംഗുലാർ മിസ്അലൈൻമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ഷാഫ്റ്റ് ഉണ്ടാകുന്ന ചെറിയ ഡിഫ്ലക്ഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊന്ന് സെൽഫായിട്ടൊന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പാണ് സെൽഫ് അലൈനിങ് ബുഷ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകത അതിൻ്റെ സ്ലീവിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സ്പെറിക്കലായിട്ടുള്ള ഷേപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു മിസ്അലൈൻമെൻറ്റ് നമുക്ക് ശരിയാക്കാൻ സാധിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബെയറിംഗ് ആണ്. സോ അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബെയറിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം യൂസ് ചെയ്യുന്നതോട് നമ്മൾ എന്തുണ്ടാവും, വെയർ ആൻഡ് ടയർ ഉണ്ടാവും അല്ലേ, വെയർ ആൻഡ് ടയർ ഉണ്ടാവും. അപ്പോൾ വെയർ ആൻഡ് ടയർ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ആ ഒരു ഡയമെൻഷനകത്തുണ്ടാകുന്ന വ്യത്യാസം, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞ ടേപ്പേർഡ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമുക്ക് അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അവസാനം ഒരു പ്ലേറ്റ് ഉണ്ടാകും. സോ അത്തരത്തിൽ ബുഷ് ബെയറിംഗ് നമുക്ക് ഇവിടെ ഒരു സ്ലോട്ടഡ് റിംഗ് നെറ്റ് ഉണ്ടാവും. ആ റിംഗ് നെറ്റ് ടൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ സാധിക്കും, അത് റീയൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സോ അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബെയറിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് ബെയറിംഗ് ഹാസ് പ്രൊവിഷൻ ഫോർ വെയർ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് വെയർ ആൻഡ് ടയർ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഡയമെൻഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ദ ബെയറിംഗ് ഇസ് ഫിറ്റഡ് ഇൻ ടേപ്പേർഡ് ഹോൾ ഓഫ് ദ ഹൗസിംഗ് അഡ്ജസ്റ്റഡ് ബൈ ദ ബെയറിംഗ്. ഇത്തരത്തിൽ ആ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള ഹോൾ ഉണ്ടാവും. ആ ടേപ്പേർഡ് ഹോളിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ബെയറിംഗ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ബെയറിംഗ് ഈസ് ഡ്രോൺ ഇൻസൈഡ് യൂസിങ് എ നട്ട്. നമ്മൾ നട്ടിൻ്റെ സഹായത്തോടുകൂടി ആയിരിക്കും നമുക്ക് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു പ്ലെയിൻ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം, ദാറ്റ് ഈസ് റോളിംഗ് ബെയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാം. അത് കാണും വരെ നന്ദി, നമസ്കാരം.